ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് 1 മണി 1:30 ആവട്ടോ പണി കഴിയാൻ. കാരണം രാവിലെ കുറച്ച് നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ കാരണം സ്കൂളൊന്നുമില്ല, എനിക്കും സ്കൂളില്ല, മക്കൾക്കും സ്കൂളില്ല. പിന്നെ പൊന്നുമോളാണെങ്കിൽ ഇവിടെ ഇല്ല, അവൾ ഹോസ്റ്റലിലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടക്കും. പിന്നെ ഒരു 9:30 ആകുമ്പോഴാണ് മോന് മദ്രസ ഉള്ളത്, സോനുവിന്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനൊക്കെ ചായക്കടി ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല കേട്ടോ. അതിനുള്ള കാരണം ഈ വീഡിയോയിൽ തന്നെ കാണാം. അപ്പോൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ എന്താണ് ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയത് ബാക്കിയുള്ളതാണ് കേട്ടോ. ഇത് മൂടി വെച്ചിരുന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചക്ക കൂട്ടാൻ കേട്ടോ. ചക്ക കൂട്ടാൻ ഏകദേശം കുറച്ചുള്ളൂ കേട്ടോ ഇനി. കാരണം ഞങ്ങൾ 10 മണിക്ക് എല്ലാവരും കഴിച്ചു കേട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ട്. കാരണം ചിക്കൻ കറിക്ക് എന്താ പറയുക, ബീഫ് കറിയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇപ്പം ഇന്ന് എന്താണ് ബാവക്ക് കല്യാണമുണ്ട്. അപ്പം സോനുവിന് കല്യാണമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കല്യാണത്തിന് പോവും, ഞാനിവിടെ ഫുഡ് കഴിക്കുന്നു. ഞാനും ഉഷീന അതിൻ്റെ ഇടയിൽ പഴം വാട്ടി കഴിക്കൂല, നുറുക്കിയൊക്കെ കഴിച്ചു. പിന്നെ അവനിപ്പം കുളിച്ച് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോയിന്. പിന്നെ ഇവിടെ ഞാൻ കാണിച്ചൊരു ഒരാളാണ് കേട്ടോ. ഇത് കണ്ടോ ആരാണെന്നുള്ളത്? നല്ല പൊടിയുണ്ട് കേട്ടോ. ഞാൻ അതിൽ എന്ത് വന്ന് നോക്കണേ? എനിക്ക് മുട്ടിടാനൊന്നുമില്ലല്ലോ, പിന്നെന്താ? ഈ ഇടക്കിടക്ക് ഉണ്ടെന്ന് കാണണം അല്ലേ? ഞാൻ വരാം കേട്ടോ. മേലേക്കാൻ പിന്നെ മേലേക്ക് പോയിട്ട് ഇപ്പം മേലേക്കോ? അങ്ങനെയൊക്കെയാണ് കേട്ടോ. കോഴിക്കൾ വന്ന് എന്തോ അരിയിട്ട് കൊടുക്കാനായിക്കരം. അപ്പോൾ ഞാനൊന്ന് അരിയിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ആ വീഡിയോസ് ഒന്ന് പോയി കാണിട്ടോ രാവിലത്തെ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. എന്താ റെഡി രാവിലെ തന്നെ? ഉപ്പിടണം, വെള്ളം ഒഴിക്കണം, ഉപ്പിടണം. ഉണ്ടോ? നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ദോശയുടെ പൊങ്ങി വന്ന് പുറത്തേക്ക് ചാടുന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ഈ സമയത്തിൻ്റെ ചോറൊക്കെ ആയിരുന്നു കേട്ടോ. ചോറാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയത്. കാരണം ഉഷിനൊക്കെ ചിലപ്പോൾ ഒരു കഞ്ഞി ചോദിക്കലാണ് കേട്ടോ, വെള്ളക്കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ചീരാകഞ്ഞിയാണ് കുടിക്കുക. അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ വേഗം ചോറ് വെച്ചു. അതിൻ്റെ ശേഷമാണ് കേട്ടോ എന്താണ് ചായക്കടിയൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മളിതാ ഈ മാവ് വേറൊരു പാത്രത്തിലേക്കാണ് എടുക്കുക കേട്ടോ. നല്ല ഇതിലായിരുന്നു കേട്ടോ. ഇങ്ങനൊരു പാത്രത്തിലേക്ക് എടുക്കുക. അല്ല അതിൽ നിന്ന് തന്നെ ഞാൻ ചൂടാടുക്കലില്ല കേട്ടോ. ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ, ഉപ്പിടട്ടെ. ചിലർ ആദ്യം തന്നെ ഉപ്പിടും, ഞാൻ ആദ്യം ഉപ്പിട്ടിട്ടില്ല. ഞാൻ ഉപ്പിടാണ് കേട്ടോ ഉപ്പിടുന്നത്. ഒരു കൈ കൊണ്ട് ഇളക്കായിട്ട് പാത്രമൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടി കുറച്ച് അധികം ചൂടായിട്ടോ. കുറച്ച് നേരം ഒന്ന് വൈകിയപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 7:30 ഉണ്ടാവും കേട്ടോ. ഈ സമയത്ത് തന്നെ ചോറൊക്കെ ആയി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കറിക്കുള്ളത് നോക്കണേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ കഞ്ഞി കൊടുക്കാന്നുള്ള നിലയിൽ ചീരാകഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കാന്നുള്ള നിലയിൽ അങ്ങനെ നമ്മളിവിടെ ദോശയൊക്കെ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എന്താ പറയുക, ചക്കരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്.
അത് ബാവയാണ് കേട്ടോ പുഴുങ്ങിയത്. അപ്പോൾ അതവിടെ നമുക്ക് അതും കൂട്ടിയിട്ട് ചായ കുടിക്കണം. പിന്നെ സ്കൂളിലപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു രാവിലെ നിസ്കാരം കഴിഞ്ഞാണ്ട് അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഇല്ലല്ലോ. ഒരു 9 മണി വരെ റെസ്റ്റ് ഇല്ലാത്ത പണിയായിരിക്കും. ഇപ്പോൾ സ്കൂളില്ലാത്തപ്പോഴല്ലേ നമ്മൾക്കൊന്ന് അത് അയഞ്ഞ പണിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം കുറച്ച് സമയം ആ രാവിലെ ബാവൻ്റെ ഒപ്പം ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കും സിറ്റ് ഔട്ടിൽ. അപ്പോൾ അതൊക്കെ ഒരു വൈബല്ലേ. അപ്പോൾ അതൊക്കെ ആസ്വദിക്കണമല്ലോ. അങ്ങനെ രാവിലെ തന്നെ ചക്കരക്കിഴങ്ങും ചായയും കുടിക്കാണ്. ഞാൻ എണീറ്റപ്പോത്തിന് ബാവ റെഡിയാക്കി. ഓക്കെ, സെറ്റല്ലേ? അത് ബാവ അവിടുന്ന് പറയാൻ പറഞ്ഞതാണ് ഇപ്പോൾ. കാരണം രാവിലെ നമ്മൾ ചക്കരക്കിഴങ്ങ് പുഴുങ്ങലില്ലല്ലോ. വൈകുന്നേരമാണ് ചക്കരക്കിഴങ്ങ് പുഴുങ്ങി കുടിക്കൽ കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ആയപ്പോൾ ഇന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമ്മുടെ കോഴിക്കോടിൻ്റെ മേലെന്താ അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. ശീലകളൊക്കെ കുറേ തൂക്കിട്ടില്ലേ. അത് വെയിലുള്ള സമയത്ത് ഒന്നായിട്ട് മഷോടാ എൻ്റെ ഒരു കോഴി ചത്തെടുക്കുക. എന്ത് സംഭവിച്ചതാവല്? കോഴി ചത്തെടുക്കണത്. മഷോടാ എന്ത് പറ്റിയതാവാം. ഇത്ര വലുതായിട്ട് ചത്തെടുക്കണു. ഒരു കുഴപ്പമില്ല. എന്നാലും ഞാൻ മുട്ടിട്ടിട്ട് പൊട്ടിയൊക്കെ എടുക്കണതാ. ഓരോ അവസ്ഥകള്. എന്ത് സംഭവിച്ചതാവട്ടോ. സങ്കടം വരുന്നുണ്ട്. വൈകുന്നേരം വരെ മരുവിന് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഈ കോഴിക്ക്. എന്ത് സംഭവിച്ചതാവും. പെട്ടെന്ന് ചാവാറുണ്ട്. ഒരു അസുഖമോ അങ്ങനെ എന്തെങ്കിലും വന്നാലല്ലേ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ. ഇത് അതൊന്നുമില്ലായിരുന്നു. എന്താ പ്രശ്നം എന്നറിയില്ല. എങ്ങനെ ചത്തതാവോ. കാരണം എന്തെങ്കിലും കടിച്ചോ എന്താണെന്നും അറിയില്ല. പക്ഷെ മേലൊന്നുമില്ല. പക്ഷെ വൈകുന്നേരം കയറണേൻ്റെ മുന്നേ എന്തെങ്കിലും കടിച്ചണമെങ്കിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ സംഭവിച്ചെന്നൊരു പിടുത്തമില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ തന്നെ കാരണം ഞാനവിടെ കരച്ചിൽ വന്നിട്ട് കരഞ്ഞിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ പിന്നെ അത് നിങ്ങൾ കേൾക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരു എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടമായിട്ട്. എന്താ വരപ്പം ഉള്ളൊരു കോഴിയായിരുന്നു. ഈ ഓലൊക്കെ ചൂടിന് വെച്ചതായിരുന്നു കേട്ടോ. ചൂട് വറുക്കാൻ വേണ്ടിയിട്ടിട്ടതായിരുന്നു. ഏതായാലും പഠിച്ചവനെ എൻ്റെ ഒരു കോഴി പോയി. വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എന്ത് സംഭവിച്ചതാവും ഒരു പിടുത്തമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ശീലകളൊക്കെ മഴ ആയപ്പോഴേ സോറി നല്ല വെയിറ്റ്. ഇപ്പം എന്താ പറയണ്ടേന്ന് അറിയണില്ല. നല്ല വെയിലായപ്പെട്ടതാണ് കേട്ടോ. ഈ കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് പറയാൻ വയ്യ. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. മുട്ട പൊട്ടിയത് കൊടുക്കണോക്ക്. എന്താണെന്നറിയില്ല. എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയണില്ല. ഇപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.